Dear students, now we come to the introductory session of English. It is related to grammar. It is done in a very lucid style, simple style. Actually, teaching grammar as such is quite boring, but your demands are such that you should know grammar, you should know the fundamentals, you should know the basics, and also you should develop a sense of English. When you develop a sense of English, just when you see the question, you will be able to come to the answer. And that process of developing the sense of English is a gradual one. But you need not worry, we will take care that you pick up quite easily. Teaching English in Malayalam is rather strange. എങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മലയാളത്തിലും വിശദീകരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് വിനിമയം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മലയാളത്തിലും പറഞ്ഞു തരും. And your task is quite simple. Straight away we shall go to our first topic, that is structures. What does the word structure mean? ഘടന. ഇവിടെ ഒരു വാക്യത്തിൻ്റെ ഘടന, പദങ്ങളെ സംയോജിപ്പിച്ച് വാക്യങ്ങളാക്കാനാണ് ഗ്രാമർ നിയമങ്ങൾ. ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് അർത്ഥവത്തായ വാക്യങ്ങൾ ലഭിക്കില്ല. അവൻ പള്ളിക്കൂടത്തിൽ പോയി, പള്ളിക്കൂടത്തിൽ പോയി അവൻ. That is not the proper order. So, what is the purpose of grammar? It is to make things quite simple. നമ്മളുടെ ഇവിടുത്തെ പാഠവും വളരെ ലളിതമായിരിക്കും. ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിലും എവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുമോ അവിടെയെല്ലാം നമ്മൾ മലയാളത്തിലും പറഞ്ഞു തരും. Now you come to structures. ഘടന. What is a sentence? It is a unit of meaning. As simple as that. What are the constituents of a sentence? ഒരു സെൻറ്റൻസ് എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു? സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇത് കർത്താവ്. കർത്താവ് മീൻസ് ആര് ക്രിയ ചെയ്യുന്നുവോ, ആരാണോ ഒരു പ്രവൃത്തി നിർവഹിക്കുന്നത്, who performs a task, that person is subject. രാമൻ രാവണനെ വധിച്ചു. ആര് വധിച്ചു? രാമൻ. So രാമൻ is a subject. അനിൽ പാഠങ്ങൾ പഠിച്ചു. ആര് പഠിച്ചു? അനിൽ. So അനിൽ is a subject. What is the next part? Predicate. ആ predicate എന്നുള്ള ഭാഗത്തിൽ ക്രിയ വരുന്നു. ക്രിയ വളരെ പ്രധാനമാണ്. ക്രിയയാണ് പ്രവൃത്തി. The word verb denotes the action. നമ്മൾ ചെയ്ത പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് വെർബ്. ആ വെർബും ഒരു കാര്യം കൂടെ ഉണ്ട്. The predicate part contains the verb and the object. Object എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ ചെയ്യുന്ന വ്യക്തിയുടെ പ്രവൃത്തി ആരെ ബാധിക്കുന്നു, അതിൻ്റെ ഗുണമോ ദോഷമോ ആരിലെത്തിച്ചേരുന്നു, ആ വ്യക്തിയാണ് ഓബ്ജക്റ്റ്. കർത്താവ്, ക്രിയ, കർമ്മം. ദാറ്റ് ഈസ് ദി ഓർഡർ. കർത്താവ് ഈസ് സബ്ജക്റ്റ്, ക്രിയ പ്ലസ് കർമ്മം, ദാറ്റ് ഈസ് വേർബ് ആൻഡ് ഓബ്ജക്റ്റ്. ദാറ്റ് പാർട്ട് ഈസ് ടുഗദർ നോൺ ആസ് പ്രെഡിക്കേറ്റ്. ഇവിടെ നമ്മൾ ആ ഉദാഹരണം നോക്കുക. ദ സൺ ഗീവ്സ് us heat and light. Sun is a subject. This part consists the verb and the two objects. ഇവിടെ രണ്ട് ഓബ്ജക്റ്റുകളുണ്ട്. ഒന്ന് ആർക്ക് തരുന്നു? സൂര്യൻ നമുക്ക് തരുന്നു. So who are the recipients? Us. ആരാണ് സൂര്യൻ തരുന്ന പ്രകാശത്തിൻ്റെ ഗുണഭോക്താക്കൾ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം is us. അത് ഒരു ഓബ്ജക്റ്റ്. രണ്ടാമത്തേത് എന്ത് വസ്തു തരുന്നു? സൂര്യൻ നമുക്ക് എന്ത് വസ്തു തരുന്നു? ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ ദാറ്റ് കോമ്പിനേഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഈസ് ഓൾസോ ദി ഓബ്ജക്റ്റ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഓബ്ജക്റ്റ് രണ്ടാണ്. ഒന്ന്
ആരാണ് ഗുണഭോക്താവ്? അതിൻ്റെ ഉത്തരം ഒരു ഓബ്ജക്റ്റ്. എന്ത് വസ്തുവാണ് തരുന്നത്? അതിൻ്റെ ഉത്തരം ദാറ്റ് ഈസ് അനദർ ഓബ്ജക്റ്റ്. ഇനി നമ്മൾ അത് വേർതിരിച്ച് പറയുമ്പോൾ എന്ത് വസ്തു തരുന്നു അതിനെ നമ്മൾ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് വിളിക്കും. ആർക്ക് തരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് വിളിക്കും. സോ ഹിയർ ദ predicate is a combination of verb and object. Now let us go deep into it. Gives is the verb. Now look at the objects. എന്താണ് സൂര്യൻ നമുക്ക് തരുന്ന വസ്തുക്കൾ? ചൂടും വെളിച്ചവും, അതാണ് തരുന്ന വസ്തുക്കൾ. അപ്പോൾ ആ ഗ്രൂപ്പിനെ, ആ ദ്വന്ദ്വത്തെ നമ്മൾ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ തന്ന വസ്തു അതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. My uncle gave me a brand new pen. അമ്മാവൻ എനിക്ക് എന്ത് തന്നു? ആ തന്ന വസ്തുവാണ് പെൻ. ആ പെന്നാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്, നേരിട്ടുള്ള ഓബ്ജക്റ്റ്. ആർക്ക് തന്നു? അമ്മാവൻ എനിക്ക് തന്നു. അപ്പോൾ എനിക്ക്, ആ ഞാൻ ആരാണ് അവിടെ? ഞാനും അമ്മാവൻ്റെ തരിക എന്നുള്ള പ്രവൃത്തിയുടെ ഗുണഭോക്താവാണ്. ആൻഡ് ദാറ്റ് ഈസ് മീ. ദാറ്റ് ഈസ് ദി ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. സോ in this sentence, what is given by the sun? Heat and light. That is the direct object. Who is the beneficiary? ആരാണ് സൂര്യൻ്റെ ഈ ദാനത്തിൻ്റെ ഗുണഭോക്താക്കൾ? ഞങ്ങൾ. ആ ഞങ്ങൾ is indirect object. ഇതാണ് ആ വേർതിരിവ്. The indirect object and direct object. So look at the sentence once again. It is the subject and the predicate. And how do you divide it? Sun is the subject, gives is the verb. What is the verb? ക്രിയ എന്താണ്? പ്രവൃത്തി. എന്താണ് പ്രവൃത്തി ഇവിടെ? സൂര്യൻ നൽകുന്നത്, സൂര്യൻ്റെ ദാനം, ദാനം ചെയ്യുന്നതാണ് പ്രവൃത്തി. ആൻഡ് ദാറ്റ് ഈസ് ദ verb gives. എന്താണ് ദാനം ചെയ്യുന്ന വസ്തു? ഹീറ്റ് ആൻഡ് ലൈറ്റ്. അത് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ആർക്ക് തരുന്നു സൂര്യൻ? നമുക്ക് തരുന്നു. സോ us is also another object. It is the indirect object. Heat and light is the direct object and us is the indirect object. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. എന്താണ് നൽകുന്നത്? അത് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ആർക്കാണ് നൽകുന്നത്? അത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. വ്യക്തമായി കാണുന്നു വിശ്വസിക്കുന്നു. Now we go to another thing. A sentence may contain units of meaning even without the subject and object. നമ്മൾ മേൽ പറഞ്ഞ എന്താണ്? ഒരു വാക്യത്തിൻ്റെ ഘടന എന്താണ്? ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും, വെർബ് അടങ്ങുന്ന പ്രെഡിക്കേറ്റും, ഒരു കർത്താവും ഒരു ക്രിയ അടങ്ങുന്ന ഭാഗവും. ഇതാണ് ഒരു ആശയത്തിന് അർത്ഥം തരുന്നത്. This is the group that gives meaning to an idea, to a group of words. പക്ഷേ നമ്മുടെ ഗ്രാമറിൽ അങ്ങനെ കർത്താവും ക്രിയയും അടങ്ങാതെ ഒറ്റയ്ക്ക് അർത്ഥമില്ലാത്ത ചില പദക്കൂട്ടങ്ങളും നിലനിൽക്കുന്നു. Look at this example. I met Prithvi at the station. It is divided into two because this part is self-sufficient. ഇത് സ്വയം പര്യാപ്തമാണ്. ഒരു സബ്ജക്റ്റ് ഐ ഉണ്ട്, വെർബ് മെറ്റുണ്ട്. ആ കണ്ട വ്യക്തി ആരാണ്? പൃഥ്വി. അപ്പോൾ പൃഥ്വി ഓബ്ജക്റ്റാണ്. ഇവിടെ ഒരു ഓബ്ജക്റ്റേ ഉള്ളൂ, രണ്ട് ഓബ്ജക്ട്സ് ഇല്ല, അങ്ങനെയും വരാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഇസ് ഐ, മെറ്റ് ഇസ് വെർബ്, പൃഥ്വി ഈസ് ദി ഓബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റും വെർബും ഓബ്ജക്റ്റോ കോംപ്ലിമെൻറ്റോ വന്നു കഴിഞ്ഞാൽ ഒരു അർത്ഥത്തിൻ്റെ യൂണിറ്റ് പൂർത്തിയായി. ഒരു അർത്ഥത്തിൻ്റെ ഒരു അളവ് പൂർത്തിയായി. ഇനി അടുത്ത എന്താണ്? അറ്റ് ദ സ്റ്റേഷൻ. ലുക്ക് അറ്റ് ദിസ് പാർട്ട്. ഇവിടെ അറ്റ് ഇസ് എ പ്രിപ്പൊസിഷൻ, ദ ഈസ് എൻ ആർട്ടിക്കിൾ, സ്റ്റേഷൻ ഇസ് ജസ്റ്റ് എ നൗൺ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റോ വെർബോ ഇല്ല. സബ്ജക്റ്റും വെർബും ഉള്ളത് ഇവിടെയാണ്. അത് നമ്മൾ വേർപെടുത്തി കഴിഞ്ഞു. അപ്പോൾ സബ്ജക്റ്റും വെർബും വേർപെടുത്തി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഭാഗത്ത് ഇത് രണ്ടുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ആ സബ്ജക്റ്റും വെർബും, കർത്താവും ക്രിയയും അടങ്ങുന്ന വാക്യത്തിൻ്റെ ഭാഗത്തിലാണ് അർത്ഥമുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് ദിസ് പാർട്ട് ലാക്സ് എ മീനിങ്. എന്നാലും അത് സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ മാത്രം അതിനർത്ഥം ലഭിക്കുന്നു. ഇങ്ങനെ വരുന്ന സബ്ജക്റ്റും വെർബും ഇല്ലാത്ത, എന്നാൽ സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ മാത്രം അർത്ഥം ലഭിക്കുന്ന ഒരു കാര്യം കൂടെ കണ്ടെത്തി. അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് എ സെൻറ്റൻസ് മേ കണ്ടെയ്ൻ യൂണിറ്റ്സ് ഓഫ് മീനിങ് ഈവൻ വിത്തൗട്ട് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. ഇതൊരു മീനിങ്ങിൻ്റെ യൂണിറ്റ് ആണ്. അറ്റ് ദ സ്റ്റേഷൻ മീൻസ് സ്റ്റേഷനിൽ,
അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ അങ്ങനെ മാത്രം പറഞ്ഞാൽ അതിന് അർത്ഥമില്ല, നിലനിൽപ്പില്ല. അതിന് അർത്ഥവും നിലനിൽപ്പും കൈവരുന്നത് എപ്പോഴാണ്? അർത്ഥവും നിലനിൽപ്പുമുള്ള സബ്ജക്റ്റ് കർത്താവും ക്രിയയും അടങ്ങുന്ന ആ ഭാഗവുമായിട്ട് ചേർത്ത് വെക്കുമ്പോഴാണ് ആ കർത്താവും ക്രിയയും ഇല്ലാത്ത ആ ഭാഗത്തിന് അർത്ഥം കൈവരുന്നത്. സോ in this sentence we can divide it into two parts. One is the complete idea and the other is the incomplete idea. Incomplete എന്തുകൊണ്ടാണ്? അറ്റ് ദ സ്റ്റേഷൻ. എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി കാണില്ല. ഞാൻ വെറുതെ അറ്റ് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഉത്കണ്ഠ ഉണ്ടാകുമെന്നല്ലാതെ ഒരർത്ഥത്തിൻ്റെ തെളിമയും വരില്ല. സ്റ്റേഷനിൽ എന്ത് സംഭവിച്ചു? ട്രെയിനുകളൊന്നും വന്നില്ലേ? അവിടെ എന്തെങ്കിലും സ്ഫോടനം ഉണ്ടായോ? ഇങ്ങനെ 100 കണക്കിന് ഭയപ്പെടുത്തുന്ന ചിന്തകൾ മനസ്സിൽ ഓടിക്കൂടും. അറ്റ് ദ സ്റ്റേഷൻ എന്നുള്ളതിന് അർത്ഥമില്ലാത്തത് കാരണം എന്താണ്? അതിന് നിങ്ങളുടെ മനസ്സിൽ യാതൊരു ചിന്തയും ഉണർത്താൻ സാധ്യമല്ല. അതാണ് അതിനെ ഇൻകംപ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ചേർത്ത് വായിച്ചു നോക്കൂ. ഐ മെറ്റ് പൃഥ്വി അറ്റ് ദ സ്റ്റേഷൻ. ഞാൻ പൃഥ്വിയെ കണ്ടു. എവിടെ വെച്ച്? സ്റ്റേഷനിൽ വെച്ച്. ആ സ്റ്റേഷനിൽ വെച്ച് എന്നുള്ളത് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥത്തെ വർദ്ധിപ്പിക്കുന്നു, അർത്ഥത്തെ പൊലിപ്പിക്കുന്നു, ദ്യോതിപ്പിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്തിന് ഒറ്റയ്ക്ക് അർത്ഥവും നിലനിൽപ്പും ഇല്ലെങ്കിൽ പോലും ഈ ഭാഗം, അതായത് പൂർണ്ണമായ ഭാഗവുമായിട്ട് സംയോജിപ്പിക്കപ്പെടുമ്പോൾ അതിനർത്ഥം കൈവരുന്നു. ദാറ്റ് ഈസ് എ മീനിങ്. സോ ഐ മെറ്റ് പൃഥ്വി അറ്റ് ദ സ്റ്റേഷൻ. നൗ ലെറ്റ് us look at the explanation. The part I met Prithvi has a subject and the verb. So it is called the clause. അപ്പോൾ ഇനി ഇതിന് ഒരു പുതിയ പേര് കിട്ടി. ഈ അർത്ഥത്തിൻ്റെ ആ കൂട്ടത്തിന് ഒരു പുതിയ പേര് കിട്ടി. അതാണ് ക്ലോസ്. എന്താണ് ക്ലോസ്? അപ്പോൾ സബ്ജക്റ്റും വെർബും അടങ്ങുന്ന അർത്ഥവത്തായ സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റുന്ന ഒരു പൂർണ്ണ ആശയമാണ് ക്ലോസ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ്. ഇതില്ലാതെയും നിലനിൽക്കാം. കാരണം ഇതെന്താണ്? ഇതിന് ഒറ്റയ്ക്കർത്ഥമുണ്ട്, എന്നാൽ ഇതിന് ഒറ്റയ്ക്കർത്ഥമില്ല. ദിസ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് മീനിങ്. This has no independent meaning. This has no independent meaning. It can exist only in combination with this. Or in other words, the incomplete part of the sentence can only exist along with the complete part or the clause. Now we have already been introduced to the clause, so we can call it the clause. ഇതിനെ എന്താ വിളിക്കേണ്ടതെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ കാണാം. ഇനി ക്ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ക്ലോസ്. ഇറ്റ്സ് കോൾഡ് ദ പ്രിൻസിപ്പൽ ക്ലോസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ പ്രിൻസിപ്പൽ ഓർ മെയിൻ? ഇറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് പരമപ്രധാനമായത്. ഇതിനെ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കും. ക്ലോസ് എന്ന് വിളിക്കുന്ന കാരണം എന്താണ്? സബ്ജക്റ്റും വെർബും അടങ്ങിയതുകൊണ്ട്. ഇനി പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതിന് ഒറ്റയ്ക്ക് നിലനിൽപ്പുണ്ട്. ഇതിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദസഞ്ചയത്തിൻ്റെ അകമ്പടി ഇല്ലാതെ തന്നെ സ്വന്തമായി അർത്ഥമുള്ളതാണ് ഐ മെറ്റ് പൃഥ്വി. അതുകൊണ്ട് അതിനെ പ്രിൻസിപ്പൽ ക്ലോസ് ഓർ മെയിൻ ക്ലോസ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കൊരു സൂചന കിട്ടുന്നു. ക്ലോസ് എന്താണെന്ന് മനസ്സിലായി. ക്ലോസ് ഇസ് ദ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഹാവിംഗ് ദ സബ്ജക്റ്റ് ആൻഡ് ദ വെർബ്. വാട്ട് ഇസ് ദ പ്രിൻസിപ്പൽ ക്ലോസ് ഓർ ദ മെയിൻ ക്ലോസ്? ഇറ്റ് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് വിച്ച് ഹാസ് ഇൻഡിപെൻഡൻറ്റ് മീനിങ് ആൻഡ് എക്സിസ്റ്റൻസ്. സ്വന്തമായ അർത്ഥവും നിലനിൽപ്പും ഉള്ളതാണ് പ്രിൻസിപ്പൽ ക്ലോസ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വരികൾക്കിടയിൽ കൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വേറൊരു തരം ക്ലോസ് ഉണ്ട്. അതിന് പക്ഷേ ഒറ്റയ്ക്ക് അർത്ഥവും നിലനിൽപ്പും ഇല്ലാത്തതുമുണ്ട്. ദർ ഇസ് അനദർ ക്ലോസ് which has no independent meaning. Now the next one. The part at the station is a combination of preposition at, an article the, a mere noun station. Thus it has no subject or verb, yet it adds to the meaning of the clause. This part is called a phrase. ഇപ്പോൾ അറ്റ് ദ സ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞില്ലേ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അത് ഒറ്റപ്പെട്ട ഒരു കൂട്ടം പദങ്ങളാണ്. അതിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? ദർ ഇസ് എ പ്രിപ്പോസിഷൻ അറ്റ്. എന്താണ് പ്രിപ്പോസിഷൻ? ഒരു വാക്യത്തിലെ രണ്ട് നാമരൂപങ്ങളെ ബന്ധിപ്പിക്കുന്ന ആ കണ്ണി. അതൊരു വ്യാകരണ പദമാണ്. ഇറ്റ്സ് എ ഗ്രാമാറ്റിക്കൽ ടേം. നമുക്കറിയാം പ്രിപ്പോസിഷൻ എന്താണെന്ന്. ഫ്രം, അറ്റ്, ടു, ഓൺ, ഇൻ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്താണ് അതിൻ്റെ പ്രവർത്തനം? ഒരു വാക്യത്തിലെ
രണ്ട് നാമങ്ങളെ ബന്ധപ്പെടുത്തുന്ന ആ കണ്ണിക്കാണ് പ്രിപ്പോസിഷൻ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഐ വിൽ ഗിവ് എ മലയാളം എക്സാമ്പിൾ. അവൻ ബെഞ്ച് ഇരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? അവൻ ബെഞ്ച് ഇരുന്നു. അപ്പോൾ നമുക്ക് സംശയം വരും, അവൻ ഇരുന്നോ ബെഞ്ച് ഇരുന്നോ എന്ന് സംശയം വരും. എന്താണ് ആ സംശയം വരാൻ കാരണം? അവൻ എന്ന നാമവും ബെഞ്ച് എന്ന നാമവും തമ്മിലുള്ള അതിനെ ബന്ധിപ്പിക്കുന്ന ആ കണ്ണിയില്ല. അപ്പോൾ നേരെ മറിച്ച് ഞാൻ പറയുന്നു, അവൻ ബെഞ്ചിന്മേലിരുന്നു അല്ലെങ്കിൽ ബെഞ്ചിൽ ഇരുന്നു എന്ന് പറഞ്ഞാലോ, യു വിൽ ഗെറ്റ് ദി ഐഡിയ ക്ലിയർലി. അപ്പോൾ ആ ബെഞ്ചിൽ എന്ന് പറഞ്ഞില്ലേ, ആ ഇൽ, ആ വാക്കിൻ്റെ ആ ചുനപ്പ്, ആ വാക്കിൻ്റെ ആ അറ്റം, ആ വാക്കിൻ്റെ ആ ചെറിയ അഡിഷൻ, അതാണ് പ്രൊപ്പോസിഷൻ. അപ്പോൾ ടു പുട്ട് ഇൻ ഇംഗ്ലീഷ്, ഹി സാറ്റ് ഓൺ ദ ബെഞ്ച്. ദ മാൻ സാറ്റ് അണ്ടർ ദ ട്രീ. ആ മനുഷ്യൻ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. മരം ഒരു നൗൺ, മനുഷ്യൻ മറ്റേ നൗൺ. And these are the two nouns. What is the word that binds the two together? It is under. അതിൻ്റെ ഗ്രാമർ പേരെന്താണ്? പ്രൊപ്പോസിഷൻ. അതാണ് പ്രൊപ്പോസിഷൻ. അപ്പോൾ അറ്റ് ഇസ് എ പ്രൊപ്പോസിഷൻ, there is an article. ആർട്ടിക്കിൾ ഒരു അഡ്ജക്റ്റീവിൻ്റെ പ്രവർത്തനമാണ് ചെയ്യുന്നത്, നാമവിശേഷണത്തിൻ്റെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേഷൻ ഇസ് എ മിയർ നൗൺ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റുമില്ല വെർബുമില്ല. അപ്പോൾ ഇങ്ങനെ സബ്ജക്റ്റും വെർബും ഇല്ലാത്ത ഒരു പറ്റം പദങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ഫ്രേസ്. ഇനി ഫ്രേസ് എങ്ങനെ ഉണ്ടാക്കുന്നു? ഒന്ന് നമ്മൾ നേരത്തെ കണ്ടില്ലേ, നേരത്തെ സെൻറ്റൻസിൽ ആ ഉദാഹരണത്തിൽ നോക്കൂ. ആ ഫ്രേസിൽ ഉദാഹരണത്തിൽ പറയുന്നത് അറ്റ് ദ സ്റ്റേഷൻ, അതാണ് ഫ്രേസ് എന്ന് പറഞ്ഞില്ലേ. അതെങ്ങനെ തുടങ്ങുന്നു? അറ്റിൽ. അറ്റ് എന്താണ്? ഇറ്റ്സ് എ പ്രൊപ്പോസിഷൻ. ആൻഡ് എ ഫ്രേസ് ദാറ്റ് ബിഗിൻസ് ഇൻ എ പ്രൊപ്പോസിഷൻ ഇസ് കോൾഡ് എ പ്രൊപ്പോസിഷണൽ ഫ്രേസ്. അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ട അടുത്തായിട്ട്. ലുക്ക് അറ്റ് ദോസ് എക്സാമ്പിൾസ്. അണ്ടർ ദ ട്രീ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരത്തിൻ്റെ താഴെ. നിയർ ദ ടെമ്പിൾ, ക്ഷേത്രത്തിന് അടുത്ത്. ഡ്യൂറിങ് അവർ ഹോളിഡേയ്സ്, ഇതെല്ലാം പ്രൊപ്പോസിഷൻസ് ആണ്. ആഫ്റ്റർ ദ മീൽസ്, ആഫ്റ്റർ ഇസ് എ പ്രൊപ്പോസിഷൻ. ഓൺ ദ ടേബിൾ, ഓൺ ഇസ് എ പ്രൊപ്പോസിഷൻ. അപ്പോൾ ഓൾ ദീസ് ഫ്രേസസ് ആർ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രൊപ്പോസിഷൻ. സോ ദേ ആർ നോൺ ആസ് പ്രൊപ്പോസിഷണൽ ഫ്രേസസ്. ഇങ്ങനെ നമുക്കൊരുപാട് വാക്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കാം. ഹി സാറ്റ് ഓൺ ദ ബെഞ്ച്. ദ വിയറി മാൻ സാറ്റ് അണ്ടർ ദ ട്രീ. ആ പരിക്ഷീണനായ മനുഷ്യൻ മരത്തിൻ്റെ തണലിൽ ഇരുന്നു. വി ക്യാൻ ഫോം എനി നമ്പർ ഓഫ് സെൻറ്റൻസസ്. ഇവിടെ എല്ലാം അണ്ടർ ദ ട്രീ, ഇതെല്ലാം ഫ്രേസസ് ആണ്. ബിക്കോസ് സബ്ജക്റ്റ് ആൻഡ് വേർബ് ഇല്ല, ഇറ്റ്സ് കോൾഡ് എ ഫ്രേസ്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? പ്രിപ്പോസിഷൻ കൊണ്ട്. അതുകൊണ്ട് ഇറ്റ് ഇസ് കോൾഡ് എ പ്രൊപ്പോസിഷണൽ ഫ്രേസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഫ്രേസ് ഉണ്ടാക്കാൻ പ്രിപ്പോസിഷനും മതി, അല്ലെങ്കിലോ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബ് കൊണ്ടും നമുക്ക് ഫ്രേസ് ഉണ്ടാക്കാം. ഇനി അതെന്താണെന്ന് പഠിക്കണം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇൻഫിനിറ്റീവ്? അത് പ്രധാനമാണ്. ഇതെല്ലാം ഗ്രാമറിൻ്റെ ആദ്യ പാഠങ്ങളാണ്. നിങ്ങളിത് കേട്ട് ഭയക്കണ്ട. ഇവിടെ നമ്മൾ ഗ്രാമർ കുറച്ച് പറഞ്ഞു തന്നേ പറ്റൂ. ഇത് ആദ്യമായതുകൊണ്ടാണ് നമ്മൾ ഇൻ അവർ സബ്സിക്വൻറ്റ് ക്ലാസ്സസ് we will go through questions, but fundamentally you should know elementary grammar. That is why we are going through this. So sometimes you may not be comfortable with all these grammar rules, but we should have an elementary knowledge. അതുകൊണ്ട് മാത്രമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. We will stick on to exam questions and there we apply all these things, and then we will understand or we will get a functional form of English, and that is called the sense of English. അപ്പോൾ ഇൻഫിനിറ്റീവ്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫൈനൈറ്റ്? ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ പരിമിതം. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപരിമേയം, പരിധികളില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ എണ്ണത്തെ ബാധിക്കുന്നതാണ്. പരിധിയുള്ളതിന് എണ്ണം കൊണ്ട് എണ്ണത്തിൽ ഒതുങ്ങും, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും. അപരിമയമാണെങ്കിലോ പരിധിയില്ലാത്തതാണെങ്കിലോ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ആകാശത്തെ നക്ഷത്രങ്ങൾ, യു ടേക്ക് ദ കൗണ്ട് ഓഫ് സ്റ്റാർസ്, ഈസ് ഇറ്റ് പോസിബിൾ? നോ. അപ്പോൾ ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്. ബട്ട് യു ടേക്ക് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്, അത് 50 ആയിരിക്കും, 60 ആയിരിക്കും, അല്ലെങ്കിൽ 100 ആയിരിക്കും. അതെങ്ങനെയാണെങ്കിലും നിങ്ങളുടെ വിരൽ കൊണ്ട് എണ്ണാം. അപ്പോൾ ദാറ്റ് ഈസ് കൗണ്ടബിൾ, ദാറ്റ് ഈസ് ഫൈനൈറ്റ്. അപ്പോൾ
ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത് ഫൈനൈറ്റ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് ഇൻഫിനിറ്റ്. ഇത് ഫൈനൈറ്റ് ഇൻഫിനിറ്റ് അർത്ഥം. ആൻഡ് ഹൗ ഡസ് ഇറ്റ് അപ്ലൈ ടു ഗ്രാമർ? ഗ്രാമറിൽ ഇതെങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്? ഫൈനൈറ്റ് എന്ന് പറയുന്നത് ഒരു വാക്യത്തിലെ സബ്ജക്റ്റിൻ്റെ നമ്പറിന് അനുകൂലമായി വെർബിൻ്റെ നമ്പറും വന്നാൽ ആ വെർബ് ഫൈനൈറ്റ് ആണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഗ്രാമറിൽ 2 നമ്പറല്ലേ, സിംഗുലറും പ്ലൂറലും. സിംഗുലർ ഏകവചനം, പ്ലൂറൽ ബഹുവചനം. അപ്പോൾ കർത്താവ് അല്ലെങ്കിൽ ആക്ടർ ഏകവചനത്തിലാണെങ്കിൽ ആ പ്രവൃത്തിയിലെ വെർബ് അതും ഏകവചനത്തിലായിരിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, മലയാളത്തിൽ അവൻ പഠിച്ചു, അവൻ ഏകവചനമല്ലേ, അതിൻ്റെ ക്രിയയുടെ രൂപം നോക്കൂ, പഠിച്ചു, അത് ഒരു രൂപം. അവർ പഠിച്ചു, അവർ ബഹുവചനമല്ലേ, അവിടെയും ക്രിയ നോക്കൂ, ക്രിയയ്ക്ക് മാറ്റമില്ല, ക്രിയാരൂപത്തിന് മാറ്റമില്ല, പഠിച്ചു തന്നെ. അവൻ പഠിച്ചു, അവർ പഠിച്ചു. എന്നാൽ ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഈ നിയമത്തിന് ഒരല്പം വ്യതിയാനമുണ്ട്. ഇൻ ഇംഗ്ലീഷ് ദ സബ്ജക്റ്റ് ആൻഡ് ദ വേർബ് മസ്റ്റ് എഗ്രി ഇൻ നമ്പർ. ദറ്റ് ഈസ് ഹീ ലേൺസ്. ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ തരുന്നു. ഹീ ലേൺസ്, അവൻ, ഹീ ലേൺസ്, ലേൺസ് അവൻ പഠിക്കുന്നു. ഹീ ലേൺസ്, അവൻ പഠിക്കുന്നു. അവർ എന്ന ബഹുവചന കർത്താവ് വന്നാലോ ആ പഠിക്കുന്നുള്ളതിന് മാറ്റം വരും. ദേ ലേൺ എന്നാകും. ഹീ ലേൺസ്, ദേ ലേൺ. അതാണ് ഒരു വാക്യത്തിലെ കർത്താവും ക്രിയയും തമ്മിൽ എണ്ണത്തിൻ്റെ കാര്യത്തിലുള്ള ബന്ധം, നമ്പറിൻ്റെ കാര്യത്തിലുള്ള ബന്ധം. നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ എന്ന ഗ്രാമറിൽ വിവക്ഷിക്കുന്നത് സിംഗുലറും പ്ലൂറലുമാണ്, ഏകവചനവും ബഹുവചനവും. അപ്പം നിയമം എന്താണ്? കർത്താവ് ഏകവചനമാണെങ്കിൽ ക്രിയയും ഏകവചനമായിരിക്കണം, കർത്താവ് ബഹുവചനമാണെങ്കിൽ ക്രിയയും ബഹുവചനമായിരിക്കണം. ഈ നിയമത്തെ അനുസരിക്കുന്നത് മാത്രമാണ് വെർബ്. ഈ നിയമത്തെ അനുസരിക്കുന്ന വെർബിനെയാണ് ഫൈനൈറ്റ് എന്ന് വിളിക്കുന്നത്. നൗ ലുക്ക് അറ്റ് ദി സെൻറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഹീ ലേൺസ്. ഇനി ഞാൻ ഒരു സെൻറ്റൻസ് ഒരു അല്പം കൂടെ കൂട്ടിച്ചേർക്കാം. ഹീ ലേൺസ് ടു സ്വിം. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ പറഞ്ഞ എന്താണ്? ഹീ ലേൺസ്. അവിടെ ഹീ ഏകവചനം, കർത്താവ് ഏകവചനം, ലേൺസ് എന്ന വെർബ് അതും ഏകവചനം. അപ്പോൾ കർത്താവിന് ഇണങ്ങുന്ന സംഖ്യയല്ലേ കർമ്മക്രിയയ്ക്കും. അപ്പോൾ അവിടെ ആ ക്രിയ യഥാർത്ഥത്തിൽ ക്രിയയാണ്, ഫൈനൈറ്റ് എന്ന് വിളിക്കും. ബട്ട് ലുക്ക് അറ്റ് സെക്കൻഡ് സെൻറ്റൻസ്. ഹീ ലേൺസ് ടു സ്വിം. അവൻ നീന്തുവാൻ പഠിക്കുന്നു. പക്ഷെ അവിടെ 2 പ്രവൃത്തികളല്ലേ, ലേൺസും സ്വിമ്മും. ലേൺസ് എന്ന് പറയുന്നത് ഏകവചനമാണ്. ഹീ എന്ന ഏകവചന കർത്താവിന് അനുഗുണമായി ഏകവചനമായിട്ടുള്ള ഒരു ക്രിയയാണ് ഏത്? ലേൺസ്. അപ്പോൾ ലേൺസ് ഇസ് എ ഫൈനൈറ്റ് വേർബ്. എന്നാൽ സ്വിം എന്ന് പറയുന്നത് ബഹുവചന രൂപത്തിലല്ലേ, സ്വിംസ് ആകുമ്പോഴല്ലേ ഏകവചനമാകുകയുള്ളൂ. ഹീ സ്വിംസ് ഇസ് ഓക്കെ, ബട്ട് ദർ ഇസ് ഓൺലി സ്വിം. അപ്പോൾ അവിടെ എന്ത് മനസ്സിലായി? ഈവൻ ദോ ദ സബ്ജക്റ്റ് ഹീ ഈസ് സിംഗുലർ, സ്വിം ഇസ് എ പ്ലൂറൽ ഫോം ഓഫ് ദ വേർബ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ടു സ്വിം. ടു സ്വിം അതാണ് അതിൻ്റെ രൂപം. ആ ടു സ്വിം എന്നുള്ളതിൽ സ്വിം എന്നുള്ള ക്രിയാരൂപം ക്രിയയല്ല. അതിന് കാരണം എന്താണ്? ഹീ എന്നുള്ള ഏകവചന കർത്താവിന് അനുഗുണമല്ല സ്വിം എന്നുള്ള ബഹുവചന രൂപം. അപ്പോൾ ആ വാക്യത്തിൽ ലേൺസ് എന്നുള്ളത് വെർബ് തന്നെയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നമ്പർ ഓഫ് ദ സബ്ജക്റ്റ്. ബട്ട് സ്വിം ഇസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നമ്പർ ഓഫ് ദ സബ്ജക്റ്റ്, ബിക്കോസ് സ്വിം ഈസ് പ്ലൂറൽ. അപ്പോൾ ടു സ്വിം എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ ഇൻഫിനിറ്റീവ് എന്ന് പറയും. അതേപോലെ വേറെ സെൻറ്റൻസ് പറയാം. ഹീ എൻജോയ്സ് സ്വിമ്മിങ്. അവിടെ നോക്കൂ, ഹീ എൻജോയ്സ് സ്വിമ്മിങ്. അവിടെ
സ്വിം എന്നുള്ള ക്രിയാപദത്തിൻ്റെ കൂടെ ഐ ചേർത്തിരിക്കുന്നു. വി ആർ ആഡിങ് ദ സഫിക്സ് ING ടു സ്വിം. അപ്പോൾ അതും വെർബല്ല, അത് ഇൻഫിനിറ്റീവാണ്. അത് എന്ത് ഇൻഫിനിറ്റീവാണ്? ഇറ്റ് ഇസ് കോൾഡ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. നൗ കം ഹിയർ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ നോട്ട്സിൽ തന്നിരിക്കുന്നത്. ദ ഇൻഫിനിറ്റീവ് ഇസ് ദ ഇൻകംപ്ലീറ്റ് ഫോം ഓഫ് ദ വേർബ്. എന്തുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം എടുത്തു നോക്കൂ. ഹീ ലവ്സ്, ഹീ ലേൺസ് ടു സ്വിം. അതിനർത്ഥം അവൻ നീന്തുവാൻ പഠിക്കുന്നു. പഠിക്കുന്നു എന്നുള്ളത് പൂർണ്ണമാണ്, അർത്ഥം നമുക്ക് മനസ്സിലാകും. പക്ഷേ നീന്തുവാൻ എന്ന് മാത്രം പറഞ്ഞാൽ അത് അപൂർണമായിരിക്കും, അർത്ഥം ഗ്രഹിക്കാൻ കഴിയില്ല. ഹീ ടു സ്വിം എന്ത് മനസ്സിലാവുന്നു? ഒന്നും മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് ഹീ ലേൺസ് എന്ന് മാത്രം പറഞ്ഞാലോ കാര്യം മനസ്സിലാവും. അപ്പോൾ എന്ത് മനസ്സിലായി? ലവ്സ് എന്നുള്ളത് ഫൈനൈറ്റ് വെർബാണ്, ടു സ്വിം എന്നുള്ളത് ഇൻഫിനിറ്റ് വെർബാണ്. ആ ഇൻഫിനിറ്റ് വെർബ് എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്, അത് അപൂർണമാണ്. അത് പറഞ്ഞാൽ നമുക്ക് ആശയം മനസ്സിലാവില്ല. ടു ഗോ പോകുവാൻ, ടു ലേൺ പഠിക്കുവാൻ, ടു കം വരുവാൻ, ഇത് പൂർണ്ണമാണോ? അല്ല, പൂർണ്ണക്രിയ അല്ലാതെ. അപ്പോൾ ഇൻഫിനിറ്റീവ് എപ്പോഴും എങ്ങനെ ഇരിക്കും? അപൂർണ രൂപമായിരിക്കും. ഒരു ക്രിയയുടെ അപൂർണ രൂപത്തിനാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ബൗണ്ട് ബൈ ദ നമ്പർ ഓഫ് ദ സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് ഗ്രാമർ ദ സബ്ജക്റ്റ് ആൻഡ് ദ വേർബ് മസ്റ്റ് എഗ്രി ഇൻ നമ്പർ. ഇംഗ്ലീഷ് വ്യാകരണത്തിൽ കർത്താവും ക്രിയയും സംഖ്യയിൽ സംയോജിതമായിരിക്കണം. അവ തമ്മിൽ അനുഗുണമായി പ്രവർത്തിക്കണം. ഏകവചനത്തിൻ്റെ കർത്താവിന് ഏകവചനത്തിൽ തന്നെ ക്രിയ വേണം. കർത്താവിൻ്റെ രൂപം ഏകവചനമാണെങ്കിൽ ക്രിയയുടെ രൂപവും ഏകവചനം ആയിരിക്കണം. കർത്താവ് ബഹുവചനത്തിലാണെങ്കിൽ ക്രിയയും ബഹുവചനത്തിലായിരിക്കണം. അപ്പോൾ കർത്താവിന് അനുഗുണമായി ക്രിയ വരണം. അതാണ് യഥാർത്ഥത്തിൽ ക്രിയ, ഫൈനൈറ്റ് വേർബ്. The word read is finite because it indicates plural number and gives a clear and complete meaning. Hence it is a verb. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. But the form to read, reading, read are incomplete forms and do not indicate whether the subject that precedes them is singular or plural. ഇനി ഇതിനെ എന്തുകൊണ്ട് നമ്മൾ അപൂർണമെന്ന് വിശേഷിപ്പിക്കുന്നു? To read, വായിക്കുവാൻ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. റീഡിങ്, വായിക്കവേ. അവൻ വായിക്കവേ ഉറങ്ങിപ്പോയി. അവൻ ഉറങ്ങിപ്പോയി ഇസ് എ കംപ്ലീറ്റ് ഫോം. വായിക്കവേ ഇസ് എ ഇൻകംപ്ലീറ്റ് ഫോം. ദാറ്റ് ഈസ് ദ ഇൻഫിനിറ്റീവ് ഫോം. അപ്പോൾ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. റെഡ്, ഇത് V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വായിക്കപ്പെട്ട. ഇറ്റ് ഈസ് ദ ന്യൂസ് റെഡ് ബൈ ദ ന്യൂസ് റീഡർ. അത് ആ വാർത്തയാണ് വാർത്താ വായനക്കാരനാൽ വായിക്കപ്പെട്ട. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻകംപ്ലീറ്റ്. ഇറ്റ് ഈസ് എ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഓൾ, ടു റീഡ്, റീഡിങ്, റെഡ്, മൂന്ന് എല്ലാ ക്രിയകൾക്കും മൂന്ന് രൂപങ്ങളിൽ ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഡ്രൈവ് പ്രസൻറ്റ് ടെൻസ്, ഡ്രോവ് പാസ്റ്റ് ടെൻസ്, ഡ്രിവൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി ഡ്രൈവിങ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, ഹാവിങ് ഡ്രിവൺ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ, അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇൻഫിനിറ്റീവ്സ് ആണ്. ഇതുകൊണ്ടും ഫ്രേസസ് നമുക്ക് രൂപപ്പെടുത്താം. അപ്പോൾ ഫ്രേസസ് എങ്ങനെയൊക്കെ രൂപപ്പെടുത്താം? പ്രിപ്പോസിഷൻ വെച്ച് രൂപപ്പെടുത്താം, ഇൻഫിനിറ്റീവ്സ് വെച്ച് രൂപപ്പെടുത്താം. ഇൻഫിനിറ്റീവ്സ് ഏതൊക്കെയാണ്? ടു ചേരുന്ന രൂപം ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. വെർബിൻ്റെ കൂടെ വെറുതെ ING ചേർക്കുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഇത് V3 മൂന്നാമത്തെ രൂപം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതും ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം വരുന്നത് ഫ്രേസ് എന്ന് പറയും. ദേ ആർ നോൺ ആസ് ഇൻഫിനിറ്റ്സ്. അടുത്ത ഭാഗം, ദി ഇൻഫിനിറ്റ്സ് ആർ ഇൻ 4 ഫോം. നേരത്തെ പറഞ്ഞതിൻ്റെ വിശദീകരണം. ഇൻഫിനിറ്റ്സ് എങ്ങനെയൊക്കെ വരും? ഒന്ന് ടു ഇൻഫിനിറ്റീവ്, അത് ടു പ്ലസ് വെർബ്, ടു ഡ്രൈവ്, ടു ഗോ, ടു കം, അതൊക്കെ. രണ്ട് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, അതേതാണ്? ഡ്രൈവിങ്. ഉദാഹരണത്തിന്, ഐ സോ ഹിം driving the car. I saw him eating the mangoes. I saw him reading the novel. Looking at the picture, he was very happy. Standing on the bridge, he gazed into the river. അർത്ഥം എന്താണ്? ആ പാലത്തിൽ നിന്നുകൊണ്ട് അവൻ നദിയിലേക്ക് നോക്കി.
പാലത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും അർത്ഥം കിട്ടുമോ? ഇല്ല. അപ്പം നിന്നുകൊണ്ട് എന്നുള്ളത് ഇൻകംപ്ലീറ്റ് ഫോമല്ലേ, ഇൻഫിനിറ്റീവ്. അതിനെ നമ്മൾ പറയുന്ന പ്രത്യേകമായ പേര് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതെങ്ങനെ കിട്ടും? ക്രിയയുടെ കൂടെ ING ചേർത്താൽ മതി. സ്റ്റാൻഡിങ്, സ്റ്റാൻഡാണ് ക്രിയ, നിൽക്കുന്നു. അത് വെറുതെ ING ചേർത്താൽ സ്റ്റാൻഡിങ്, നിൽക്കവേ എന്നാവും. അല്ലെങ്കിൽ നിന്നുകൊണ്ട്, പാലത്തിൽ നിന്നുകൊണ്ട് നദിയിലേക്ക് നോക്കി. സ്റ്റാൻഡിങ് ഓൺ ദ ബ്രിഡ്ജ് ഹി ഗെയ്സ്ഡ് ടു ദ റിവർ. വെയിറ്റിംഗ് ഫോർ ദ ബസ് ദി ഓൾഡ് മാൻ വാസ് ടയേർഡ്. വണ്ടിക്ക് കാത്തു നിന്നുകൊണ്ട് ആ വൃദ്ധൻ പരിക്ഷീണനായി. വെയിറ്റിംഗ് ഫോർ ദ ബസ്, ലുക്കിംഗ് അറ്റ് ദ പിക്ചർ, സ്റ്റാൻഡിങ് ഓൺ ദ ബ്രിഡ്ജ്, ഡ്രൈവിംഗ് ദ കാർ. ഇതെല്ലാം ആ ഡ്രൈവിംഗ്, വെയിറ്റിംഗ്, ലുക്കിംഗ് ഇതിനോട് ചേർന്ന് വരുന്നത് ഫ്രേസാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പാർട്ടിസിപ്പിൾ ഫ്രേസ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? അതിൻ്റെ ഗ്രാമർ പേരെന്താണ്? പാർട്ടിസിപ്പിൾ. ഡ്രൈവിംഗ്, റീഡിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐ സോ ഹിം ഡ്രൈവിംഗ് ദ കാർ, ഐ സോ ഹിം റീഡിംഗ് എ നോവൽ. ഇനി അതുപോലെ ഡ്രൈവിംഗ് ദ കാർ ഹി ഫെൽറ്റ് അസ്ലീപ്. വണ്ടി ഓടിക്കവേ അവന് ഉറക്കം വന്നു. സ്റ്റാൻഡിങ് ഓൺ ദ ബ്രിഡ്ജ് ഹി ഗെയ്സ്ഡ് ടു റിവർ. നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഇങ്ങനെ വരുന്നതിനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കും. അപ്പോൾ ഇതുകൊണ്ട് ആരംഭിക്കുന്ന ആ ഫ്രേസുകളെ നമ്മൾ പറയുന്ന പേരാണ് പാർട്ടിസിപ്പിൾ ഫ്രേസ്. ടു കൊണ്ട് ആരംഭിക്കുന്ന, ടു ഡ്രൈവ്, ടു ഗോ, ടു കം, അതിനെ ടു ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറയും. ഇതിനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലെ ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ, കം, കെയിം, കം, വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്. ഇവിടെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരേ രൂപമാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിയണം. അതെങ്ങനെ തിരിച്ചറിയും? ക്രിയ പുറയിലുണ്ടെങ്കിൽ അത് വെർബായിട്ട് എടുക്കണം, പാസഞ്ചായിട്ട് എടുക്കണം. പക്ഷെ ക്രിയ അടുത്തില്ലെങ്കിൽ അതിനെ വെർബായിട്ട് എടുക്കരുത്, അതിനെ V3 ആയിട്ട് എടുക്കണം. കാരണം വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്. അപ്പോൾ ഡ്രിവൺ, ഓടിക്കപ്പെട്ട. വി ട്രാവൽഡ് ഇൻ ദ കാർ ഡ്രിവൺ ബൈ ജോസ്. ജോസിനാൽ ഓടിക്കപ്പെട്ട വാഹനത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തു. ഡ്രിവൺ ബൈ ജോസ് എന്ന് പറഞ്ഞാൽ എന്താ? ജോസിനാൽ ഓടിക്കപ്പെട്ട. അപ്പോൾ ഇതിൻ്റെ മലയാളം എന്താണ്? ഓടിക്കപ്പെട്ട. അത് പൂർണ്ണമാണോ? അർത്ഥം കിട്ടുമോ? ഇല്ല, അപൂർണമല്ലേ. അതായത് അനദർ ഇൻഫിനിറ്റീവ്. ആ ഇൻഫിനിറ്റിൻ്റെ ഗ്രാമർ നാമധേയം എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുപോലെയാണ് ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ദ ഫുഡ് ഈറ്റൺ ബൈ ദ ചിൽഡ്രൻ വാസ് കണ്ടാമിനേറ്റഡ്. എന്താ അർത്ഥം? ആ കുട്ടികളാൽ കഴിക്കപ്പെട്ട ഭക്ഷണം അശുദ്ധമായിരുന്നു. ആ കുട്ടികളാൽ കഴിക്കപ്പെട്ട ഭക്ഷണം മലിനമായിരുന്നു. ഈറ്റൺ ബൈ ദ സ്റ്റുഡൻസ്, ബൈ ദ ചിൽഡ്രൻ. ഈറ്റൺ എന്താ അർത്ഥം? ഭക്ഷിക്കപ്പെട്ട. അതിന് ഒറ്റയ്ക്ക് അർത്ഥമില്ല, നിലനിൽപ്പില്ല. അപ്പോൾ അതും എന്താണ്? ഈറ്റൺ ബൈ ദ സ്റ്റുഡൻസ്. ദ ഫുഡ് ഈറ്റൺ ബൈ ദ സ്റ്റുഡൻസ്, അതൊരു യൂണിറ്റാണ്. ഈറ്റൺ ബൈ ദ സ്റ്റുഡൻസ്, അതാണ് ഫ്രേസ്. അതെങ്ങനെ ആരംഭിക്കുന്നു? ഈറ്റൺ എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ. അപ്പോൾ അതിനെയും ഗ്രാമറിൽ എന്ത് പേരിട്ട് വിളിക്കും? പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ തുടങ്ങുന്ന ഫ്രേസ് അല്ലേ, അതും പാർട്ടിസിപ്പിൾ ഫ്രേസ് തന്നെ. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. അതെന്താണ്? ഹാവിങ് പ്ലസ് V3. അങ്ങനെ പറയും. ഹാവിങ് ഡ്രിവൺ, ഹാവിങ് സീൻ, ഹാവിങ് ഗോൺ. നൗ വി ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. He went to Chennai to attend a meeting. To attend is a to infinitive, so it is called a to infinitive phrase. Looking at the picture, as I said earlier, പടത്തിൽ നോക്കവേ, that is the incomplete part. It begins in the incomplete part, looking, നോക്കവേ. It is present participle, it is an infinitive, but it begins in the present participle, so it is yet another participle phrase. Looking at the picture, he had tears is complete. He is subject, had is verb, tears object. In his eyes is a propositional phrase because it begins in the proposition in. But it is very clear. Now the next example. He gifted me a statue made out of sandalwood. ചന്ദനം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു രൂപം അവൻ എനിക്ക് സമ്മാനിച്ചു. He gifted me a statue. He subject, gifted verb, statue direct object, me indirect object. അപ്പോൾ it is a clause. Principal clause ഒറ്റയ്ക്ക് മീനിങ് ഉണ്ടല്ലോ. Made out of sandalwood, ചന്ദനം കൊണ്ട്
നിർമ്മിക്കപ്പെട്ടത്, നിർമ്മിച്ചു ക്രിയ, നിർമ്മിക്കുന്നു ക്രിയ, നിർമ്മിക്കപ്പെട്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? ആസ് ഇറ്റ് ഇസ് എ പാർട്ടിസിപ്പിൾ, ഇറ്റ് ഇസ് അറ്റ് അനദർ എക്സാമ്പിൾ ഓഫ് എ പാർട്ടിസിപ്പിൾ ഫ്രേസ്. നൗ ദർ ഈസ് വൺ മോർ, ദറ്റ് ഈസ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവിങ് റെഡ് ദ നോവൽ, വായിച്ചിരുന്നത് കൊണ്ട്, നോവൽ വായിച്ചിരുന്നത് കൊണ്ട്, ദാറ്റ് ഇസ് എ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ ഫ്രേസ്. ഐ എൻജോയ്ഡ് ദ മൂവി പ്രിൻസിപ്പൽ ക്ലാസ്, ഞാൻ ആ പടം ആസ്വദിച്ചു. എഗെയിൻ മെയ്ഡ് ഔട്ട് ഓഫ് ഇറ്റ്, അതിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട, മെയ്ഡ് ഔട്ട് ഓഫ് ഇറ്റ്, മെയ്ഡ് ഇസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ദിസ് ഇസ് എ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഇറ്റ്സ് എ പാർട്ടിസിപ്പിൾ ഫ്രേസ്. ദിസ് ഇസ് ദ പ്രിൻസിപ്പൽ ക്ലാസ് ബിക്കോസ് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഐഡിയ. ഇത് ഹാവിങ് റെഡ്, ഹാവിങ് സീൻ, ഹാവിങ് ഗോൺ, that is a perfect participle. But this is a participle phrase. I hope it's clear. But there are two participle phrases. One is the perfect participle and the other is the past participle, and plus there is the principal clause. Now one more thing is there, subordinate clause. എന്താണ് subordinate? Principal means പ്രധാനപ്പെട്ട. Subordinate means lower in rank. അധികാരത്തിൽ പ്രിൻസിപ്പൽ ക്ലോസിന് താഴെ വരുന്ന, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസിന് വിധേയമാകുന്ന, അതാണ് സബോർഡിനേറ്റ്. നിങ്ങൾ നാളെ ജോലി കിട്ടി ബാങ്കിലെത്തുമ്പോൾ നിങ്ങൾ പ്രൊബേഷണറി ഓഫീസറായിട്ട് ബാങ്കിൽ പ്രവേശിച്ചാൽ ബ്രാഞ്ച് മാനേജർ മാത്രം നിങ്ങൾക്ക് മീതെയാണ്. ഹീ ഈസ് യുവർ സുപ്പീരിയർ. ഓൾ ദി അതേഴ്സ് ആർ ലോവർ ഇൻ റാങ്ക്. അവരെല്ലാം സബോർഡിനേറ്റ്സ് ആണ്. അവരെല്ലാം നിങ്ങളെക്കാട്ടിലും താഴ്ന്ന നിലവാരമുള്ളവരാണ്. അതേപോലെ ക്ലാസുകളിൽ ഒറ്റയ്ക്ക് സ്ഥിതി ചെയ്യാൻ പറ്റുന്നത് പ്രിൻസിപ്പൽ ക്ലാസ്. ആ ക്ലാസിനെ ആശ്രയിക്കുന്ന ക്ലാസ് സബോർഡിനേറ്റ് ക്ലാസ്. അപ്പോൾ സബോർഡിനേറ്റ് മീൻസ് ലോവർ ഇൻ റാങ്ക്. ഇറ്റ് ഇസ് എ ക്ലാസ് വിച്ച് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ക്ലാസ് ഫോർ ഇറ്റ്സ് മീനിങ്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ ക്ലാസ്സിന് സബ്ജക്റ്റും വെർബും ഉണ്ട്, പക്ഷേ അതുണ്ടെങ്കിൽ പോലും അതിന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാസ് ഗോയിങ് എബ്രോഡ്. അതിനകത്ത് ദാറ്റ് ഹി വാസ് ഗോയിങ് എബ്രോഡ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. ദാറ്റ് ആണ് കൺജങ്ഷൻ. ഹി സബ്ജക്റ്റ്, വാസ് ഗോയിങ് വെർബ്, പാസ്റ്റ് കണ്ടിന്യൂസ് വെർബ്. ഹി ടോൾഡ് മീ ഇസ് ദ കംപ്ലീറ്റ് ഐഡിയ, ഇറ്റ് ഇസ് ദ പ്രിൻസിപ്പൽ ക്ലോസ്. അപ്പോൾ ദാറ്റ് എപ്പോൾ ചേർക്കും? സബോർഡിനേറ്റ് ക്ലോസിന് കൺജങ്ഷനായിട്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ട് പ്രസ്താവങ്ങളെ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ അവിടെ സബോർഡിനേറ്റ് ക്ലോസിന് കൺജങ്ഷനായി, കണക്ടറായി, ബന്ധിപ്പിക്കുന്ന വാക്കായി ദാറ്റ് ചേർക്കും. അത് ഉൾപ്പെടുന്ന ആ ഭാഗമാണ് സബോർഡിനേറ്റ് ക്ലോസ്. ദാറ്റ് ഹി വാസ് ഗോയിങ് അബ്രോഡ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. ദ ബോയ് വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഹി വാസ് ഇൽ. ഇവിടെ ഒരു കാരണത്തെ കാണിക്കണം. എന്തുകൊണ്ട് കുട്ടി പള്ളിക്കൂടത്തിൽ പോയില്ല? അവന് വയ്യാതിരുന്നത് കൊണ്ട്. അപ്പോൾ ബിക്കോസ് ഇസ് എ കൺജങ്ഷൻ. It is a conjunction that denotes a reason and it is a subordinate clause. Because he was ill, അതാണ് subordinate clause, and it is a clause of reason. The boy was absent, പൂർണ്ണാശയം. അപ്പോൾ it is principal clause. When I was at school, I used to play football. ഇവിടെ കാലത്തെ കാണിക്കുന്നു. ഞാൻ എപ്പോഴാണ് ഫുട്ബോൾ കളിച്ചിരുന്നത്? ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്ന സമയത്ത്. When I was, അതാണ് subordinate clause. When ആണ് കൺജങ്ഷൻ. When എന്തിനെ ദ്യോതിപ്പിക്കുന്നു? കാലത്തെ. When I was at school, I used to play football. At school എന്നുള്ളത് പ്രിപ്പോസിഷനും നൗണും. അപ്പോൾ ഇറ്റ്സ് എ ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്. I used to play football, കംപ്ലീറ്റ് ആശയം, പ്രിൻസിപ്പൽ ക്ലാസ്. ആൻഡ് ഹിയർ when I was is the subordinate clause and when is the subordinating conjunction. അത് എന്തിനെ കാണിക്കുന്നു? ഒരു കാലത്തെ. I will give another example. When I went there, he had gone out. ഞാനവിടെ പോയ സമയത്ത് അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ വെൻ ഡിനോട്ട്സ് ടൈം, ഇറ്റ്സ് അനദർ സബോർഡിനേറ്റ് ക്ലോസ്. ഇത് കൂടാതെ വേറെയും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട്. ദോ എന്തിനുപയോഗിക്കുന്നു? രണ്ട് വിരുദ്ധ ആശയങ്ങളെ ബന്ധിപ്പിക്കാൻ. ദോ ഹീസ് എ മില്ലണയർ, ഹീ ലിവ്സ് ഇൻ എ ഹട്ട്. സാധാരണ കോടീശ്വരന്മാർ കൊട്ടാരത്തിൽ താമസിക്കും. അപ്പോൾ കോടീശ്വരനായിട്ട് ഒരു കുടിൽ താമസിക്കുക എന്ന് പറയുന്നത് വൈരുദ്ധ്യമല്ലേ? ആ വൈരുദ്ധ്യത്തെ ബന്ധപ്പെടുത്താൻ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാക്കണമെങ്കിൽ ദോ എന്നുള്ള കൺജങ്ഷൻ എടുക്കണം. ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. ദോ ഹീസ് എ മില്ലണയർ, ഹീ ലിവ്സ് ഇൻ എ ഹട്ട്. വൈലും കോൺട്രാസ്റ്റ്, വിപരീതത്തെ കാണിക്കുന്നു. ഭാരതം ഒരു ബഹുകക്ഷി ജനാധിപത്യമാകുമ്പോൾ തന്നെ
ചൈന ഒരു സ്വേച്ഛാധിപത്യമാണ്. വൈൽ ഇന്ത്യ ഈസ് എ മൾട്ടി പാർട്ടി ഡെമോക്രസി, ചൈന ഈസ് എ ഡിക്റ്റേറ്റർഷിപ്പ്. അൺലെസ്സും ഇഫും കണ്ടീഷൻസ് ഉപാധികളെ കാണിക്കുന്നതാണ്. ഇഫ് പറയുമ്പോൾ ഇഫ് യു ലേൺ വെൽ യു ക്യാൻ സ്കോർ ഹൈ മാർക്സ്. നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും. നന്നായി പഠിച്ചാൽ ഇഫ് യു ലേൺ വെൽ, അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. വാട്ട് ഇസ് ദ കൺജങ്ഷൻ? ഇഫ്. ഇത് കണ്ടീഷൻ ഉപാധി വെക്കുന്നതായതുകൊണ്ട് ഇറ്റ്സ് കോൾഡ് എ കണ്ടീഷണൽ ക്ലോസ്. ആ ഇഫിൻ്റെ നെഗറ്റീവ് ഇഫ് നോട്ട് ആണ് അൺലെസ്. അൺലെസ് ദേ ലേൺ വെൽ ദേ കനോട്ട് സ്കോർ ഗുഡ് മാർക്സ്. അവർ നന്നായി പഠിക്കാതെ അവർക്ക് നല്ല മാർക്ക് നേടുക അസാധ്യമാണ്. ഇഫിൻ്റെ നെഗറ്റീവാണിത്. അപ്പോൾ അൺലെസ് ദേ ലേൺ വെൽ, ഇതാണ് അവിടെ സബോർഡിനേറ്റ് ക്ലോസ്. കൺജങ്ഷൻ ഏതാണ്? അൺലെസ്. വേറെന്തിനെടുക്കുന്നു? ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ. കൽക്കട്ട ഇസ് ദ പ്ലേസ് വെയർ രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ. വെയർ ടാഗോർ വാസ് ബോൺ ഇസ് ദ subordinate clause and where is the subordinating conjunction? Whether ഒരു സംശയത്തെ കാണിക്കാനാണ്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ റെയിൻ ഇൻ ദ ഈവനിങ്. വെദർ ഇറ്റ് വിൽ റെയിൻ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. കൺജങ്ഷൻ ഏതാണ്? വെദർ. ഐ ഡോണ്ട് നോ എന്നുള്ളത് പൂർണ്ണ ആശയം, പ്രിൻസിപ്പൽ ക്ലോസ്. ആസും ബിക്കോസിനെ പോലെ കാരണത്തെ ദ്യോതിപ്പിക്കാനാണ് സബോർഡിനേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആസ് ഹി വാസ് ഇൽ ഹി ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. ആസ് ഹി വാസ് ഇൽ, ആസ് ആണ് കൺജങ്ഷൻ, കാരണത്തെ കാണിക്കുന്നു. ആസ് ഹി വാസ് ഇൽ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. ആസ് ഇസ് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ആസ് ഹി വാസ് ഇൽ ഇസ് ദ subordinate clause. He did not go to school. He did not go. That is the complete idea. It is called the principal clause. I hope it's clear. നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതിനെ കൂടുതൽ ലളിതമായിട്ട് അവതരിപ്പിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ ചോദ്യങ്ങളിലേക്ക് വരും. ഗ്രാമറായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് മടുപ്പ്. നമ്മളത് ചോദ്യത്തിലേക്ക് ഇത് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്കത് എളുപ്പം കിട്ടും. And through the questions we will be able to understand it better. Thank you.